ഒരു 2.5 മണിക്കൂർ കൊണ്ടൊക്കെ ഒരു കേക്ക് സെറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ഈ കേക്കൊക്കെ ഒരു 3 മണിക്കൂറെങ്കിലും ഫ്രീസ് ചെയ്യാൻ മാത്രം വേണം. ഞാൻ അങ്ങനെ ഫ്രീസ് ചെയ്ത് 3 മണിക്കൂറാണ് ഞാൻ ഏറ്റവും കുറഞ്ഞത് ഫ്രീസ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ ഞാൻ ചെയ്യാറുണ്ട്. കാരണം എത്രത്തോളം നമ്മൾ കേക്ക് ഫ്രീസ് ചെയ്യുന്നു അത്രത്തോളം നമുക്കിട്ട് കേക്ക് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. പക്ഷേ ഇതെനിക്കൊരു 3/4 മണിക്കൂറൊക്കെ ഫ്രീസ് ചെയ്യാൻ പറ്റിയുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് വന്ന ഓർഡറാണ്. ഒരു ഉച്ചയ്ക്കൊക്കെ ആയപ്പോഴത്തേക്ക് വിളിച്ചിട്ട് വൈകിട്ടത്തേക്ക് കേക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാനത് മാറ്റിയൊരു നൈറ്റാക്കി. കാരണം എൻ്റെ ഒരു സ്ഥിരം കസ്റ്റമർ തന്നെയാണ്. പക്ഷേ കസ്റ്റമർക്ക് വീട്ടിലേക്കല്ല, കസ്റ്റമറുടെ റിലേറ്റീവിന് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു, സർപ്രൈസായിട്ട് കൊടുക്കാനാണ്. അങ്ങനെ എനിക്ക് ലൊക്കേഷനും കാര്യങ്ങളെല്ലാം അയച്ചു തന്നു. ഞാനൊരു 7:30 എന്നൊക്കെ പറയുന്നത് ഒരു 8:30 ആയി കേക്കൊന്ന് ഫ്രീസ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാൻ. അത്രയും ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വലിയ ഡിസൈനും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. സിമ്പിളായിട്ട് കുറച്ച് ഡിസൈനും കൊടുത്ത് റൈറ്റിങ്സ് എഴുതി ഞാൻ അപ്പോഴേ ഇടങ്ങി. ഞാനും അനിയത്തിയും കൂടിയാണ് കേട്ടോ പോയത്. കാരണം ഞാൻ അവളുടെ വീട്ടിൽ വരെ ഒറ്റയ്ക്ക് എൻ്റെ വണ്ടിയിൽ പോയി. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് അവളുമായിട്ടാണ് പോയത്. കാരണം അത് നല്ല ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് വഴിയൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അവിടെ ചോദിച്ചും പറഞ്ഞൊക്കെയാണ് പോയി. കുറച്ച് നേരം പോസ്റ്റായി. അങ്ങനെയൊക്കെ കേക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.